നമ്മളെല്ലാവരും കാത്തിരിക്കുക ലോകകപ്പ് ഫൈനൽ മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, മറുവശത്ത് യൂറോപ്പിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ. ഇതൊരു സാധാരണ ഫൈനലല്ല, ഒരു തലമുറയുടെ അവസാനവും മറ്റൊരു തലമുറയുടെ തുടക്കവുമാണ്. സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് മത്സരം എന്ന വികാരവും ലമീൻ യമാൽ എന്ന യുവപ്രതിഭയുടെ ആദ്യ ലോകകപ്പ് ഫൈനൽ എന്ന ആവേശവും അത് ഇന്നത്തെ മത്സരത്തിന്റെ പകിട്ട് ഏറെയാക്കുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും ശക്തരായ രണ്ട് ടീമുകളാണ് അർജന്റീനയും സ്പെയിനും. സ്പെയിനിന്റെ യഥാർത്ഥ ശക്തി അവരുടെ മിഡ്ഫീൽഡാണ്. അതുപോലെ തന്നെ യുവ പ്രതിഭകളുടെ സാന്നിധ്യം അത് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് അർജന്റീന, അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാന ശക്തി സാക്ഷാൽ ലിയണൽ മെസ്സി തന്നെയാണ്. കൂടാതെ ഏത് സാഹചര്യത്തിലും തിരിച്ചു വരാനുള്ള അവരുടെ മെന്റാലിറ്റി, തോറ്റു കൊടുക്കാതിരിക്കാനുള്ള അവരുടെ മനസ്സ്, അത് മറ്റു ടീമുകളിൽ നിന്ന് അർജന്റീനയെ ഏറെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും പ്ലേയിങ് 11-ൽ ചേഞ്ചസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ മത്സരത്തിൽ നമ്മൾ സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അവരുടെ ഗോൾ കീപ്പർ ഉനൈ സിമോൺ. പുള്ളിക്കാരൻ ഈ വേൾഡ് കപ്പിൽ പുൾ ഓഫ് ചെയ്യുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആണ്. ആർക്കും അതിലൊരു തർക്കം ഉണ്ടാവില്ല. അദ്ദേഹത്തെ മറികടക്കാന്നുള്ള അർജന്റീനൻ ടീമിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു താരമാണ് പെഡ്രി. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് പെഡ്രി. മിഡ്ഫീൽഡിലെ ആധിപത്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെയിനിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ട് വിങ്ങേഴ്സാണ്, നിക്കോ വില്യംസും ലമീൻ യമാലും. അവർ വളരെ യങ്ങാണ്, വളരെ സ്പീഡിയാണ്. അത് അർജന്റീനയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്നുള്ളത് 100% ഷുവറാണ്. മറിച്ച് നമ്മൾ അർജന്റീനയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മെസ്സി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അതന്നെയാണ് ഒരു എക്സ് ഫാക്ടർ. അദ്ദേഹത്തിന് 39 വയസ്സായി സത്യമാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇന്നും 19 വയസ്സുകാരൻ കളിക്കുന്ന കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. വാട്ട് എ പ്ലെയർ! അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ അവരുടെ അറ്റാക്കിങ് വളരെ മികച്ചതാണ്. അൽവാരസ്, ലൗതാരോ മാർട്ടിനസ് തുടങ്ങിയ വേൾഡ് ക്ലാസ് അറ്റാക്കേഴ്സ് അവർക്കുണ്ട്. ഇനി പ്ലേയേഴ്സിന് എടുക്കുകയാണെങ്കിൽ അവരെക്കാൾ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് മറ്റു ടീമുകളിലൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാണ് അവർ വ്യത്യസ്തരാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫീൽഡിൽ കൊടുക്കുന്ന എഫേർട്ട്, 100% എഫേർട്ട് അവർ കൊടുക്കുന്നുണ്ട്. ആ ടീമിന് വേണ്ടി ചത്ത് കളിക്കാൻ അവർ തയ്യാറാണ്. അതാണ് അവരുടെ മെയിൻ പ്ലസ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേയിങ് 11-ൽ ചേഞ്ചസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വേറെയുണ്ട്. ഒരുപാട് ഫുട്ബോൾ പണ്ഡിറ്റ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് സ്പെയിൻ അടിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010-ൽ ഓരെങ്ങനെയാണോ വേൾഡ് കപ്പ് ഫൈനൽ അടിച്ചത് അതേപോലെ തന്നെയാണ് 2026-ലും വരുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 വേൾഡ് കപ്പ് അടിക്കുന്നതിന് മുന്നേ അവരൊരു യൂറോ കപ്പ് അടിച്ചിട്ടാണ് വന്നത്. അതേപോലെ തന്നെ 2026-ലും വരുമ്പോൾ അവരൊരു യൂറോ കപ്പ് അടിച്ചിട്ടാണ് വരുന്നത്. കൂടാതെ 2010-ലായാലും 2026-ലായാലും അവർ തുടക്കത്തിൽ 2 മാച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 2010-ൽ അവർ തോറ്റു തുടങ്ങിയപ്പോൾ 2026-ൽ അവർ സമനിലയെ തുടങ്ങി. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടി ഉണ്ട്, ഫാബിയാൻ റൂയിസ്. ഈ ഫാബിയാൻ റൂയിസിന്റെ 50ാമത്തെ മത്സരമാണ് ഈ നടക്കാൻ പോകുന്നത്, അതായത് സ്പെയിനിന് വേണ്ടിയിട്ടുള്ളത്. പുള്ളിക്കാരൻ കളിച്ച 49 മത്സരത്തിൽ സ്പെയിൻ ഇന്നേ വരെ തോറ്റിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ 50ാമത്തെ മത്സരമാണ്. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? ആരായിരിക്കും ലോക ചാമ്പ്യന്മാരാകുക? ആരായിരിക്കും ആ ലോക കിരീടത്തിൽ മുത്തമിടുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ നിങ്ങളുടെ വിക്കി ബ്രോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.